ഇഷ്ടമില്ലാത്ത ഒരു ജോലി റിസൈൻ ചെയ്ത് പോവാൻ നിങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ചെയ്തു എന്ന് തന്നെ ഇരിക്കട്ടെ. ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടർക്കഥയായാലോ? എന്ന് നിങ്ങൾ ആ ജോലി രാജിവെച്ചുകൊണ്ടേയിരുന്നാലോ? എന്താ സംഭവം എന്ന് മനസ്സിലായോ? ഇല്ലെങ്കിൽ നമുക്ക് 2022 റിലീസായ ഐ വാണ്ട് ടു റിസൈൻ എവ്രി സിംഗിൾ ഡേ എന്ന ഒരു ഫാന്റസി സ്റ്റോറി ഒന്ന് കേട്ടാലോ? എന്തുകൊണ്ടാണ് നമ്മുടെ കഥാനായിക അവളുടെ ജോലി രാജിവെക്കാനായി തീരുമാനിച്ചതെന്നും അതിനവൾ ശ്രമിക്കുമ്പോൾ അവളുടെ ജീവിതത്തിൽ നടന്ന രസകരമായ സംഭവങ്ങൾ എന്തെന്നും അറിയാനായി നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ബായിയെ കാണിച്ചുകൊണ്ടാണ്. ബായ് രാവിലെ തന്നെ അവളുടെ മൊബൈൽ അടിക്കുന്നത് കേട്ടാണ് ഉറക്കമെണിക്കുന്നത്. വിളിച്ചിരിക്കുന്നത് അവളുടെ ബോസായ ജിന്നാണ്. ലേറ്റ് ആവാതെ കറക്റ്റ് സമയത്ത് വരണം, വരുമ്പോ എന്റെ ഫേവറേറ്റ് ഫുഡും വാങ്ങിച്ചോണ്ട് വരണമെന്ന് ജിൻ പറഞ്ഞതിനെ തുടർന്ന് ഇന്ന് ലേറ്റായി ഉറക്കമെണ്ണീറ്റ ബായി വളരെ ധൃതിയിൽ ഓഫീസിലേക്ക് പോകാനായി റെഡിയാവുന്നു. അവൾ മാക്സിമം കറക്റ്റ് സമയത്ത് തന്നെ ചെല്ലാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും എത്തുമ്പോഴേക്കും ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവൾ ലേറ്റ് ആയതിന്റെ പേരിൽ വഴക്കു പറയുന്നത് കൂടാതെ അവൾ വാങ്ങിച്ചോണ്ട് വന്ന ഫുഡ് തണുത്തു എന്ന് പറഞ്ഞ് അത് കഴിക്കാനും ജിൻ തയ്യാറാവുന്നില്ല. അയാൾ അടുത്തത് വാങ്ങിച്ചോണ്ട് വരാനായി അവളെ പറഞ്ഞു വിടുന്നു. അവളാകട്ടെ പാവം ഓടിക്കിതച്ച് വന്ന് അതിലും ധൃതിയിൽ വീണ്ടും ഓടിപ്പോവാണ് ഫുഡ് വാങ്ങാനായി. ആ ഒരു ടൈം അവൾ തട്ടിമറിഞ്ഞ് വീഴുന്നുണ്ട്. നിങ്ങൾക്കറിയാവോ, ബായ്ക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു. പക്ഷെ തനിക്ക് വേണ്ടി അവൾക്ക് സമയമേ ഇല്ല. ഏത് സമയവും ജോലി ജോലി എന്നും പറഞ്ഞ് ആ ബോസിന്റെ പുറകെ ആണെന്നും പറഞ്ഞ് ബോയ് ഫ്രണ്ട് ഇവളെ വഴക്കുണ്ടാക്കി ഇപ്പോൾ ബ്രേക്കപ്പ് ചെയ്ത് പോയതേ ഉള്ളൂ. ബായ് ജോലിക്ക് വേണ്ടി കൂടുതൽ ആത്മാർത്ഥത കാണിച്ച് സമയം ചെലവഴിക്കുന്നതല്ല. ഈ ബോസ് ഇതുപോലെ ഏത് സമയവും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു സ്വസ്ഥതയും കൊടുക്കാതെ ഏതാണ്ട് അവൾ കുപ്പിന്ന് വന്ന ഭൂതം പോലെയാണ് അയാളുടെ പെരുമാറ്റം. എന്തായാലും മറിഞ്ഞു വീണ് അവളുടെ ബോധം പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് അവള് കണ്ണു തുറക്കുമ്പോൾ ഹോസ്പിറ്റലിലാണുള്ളത്. ഒന്ന് റെസ്റ്റ് എടുക്കാലോ എന്ന് ആ ഹോസ്പിറ്റലിലായ കാര്യോർത്ത് അവള് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് അവിടേക്ക് ജിൻ ലാപ്ടോപ്പുമായി വരുന്നത്. ചെയ്യാനുള്ള വർക്ക് വേഗം ചെയ്തു തീർക്കാനായി പറഞ്ഞ് ലാപ്ടോപ്പ് ജിൻ ഹാൻഡ് ഓവർ ചെയ്യുന്നു. വേഗം വേഗം ചെയ്യും, ഞാൻ നിന്നെ കണ്ട് കുശല അന്വേഷിക്കാനായിട്ട് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നൊന്നുമല്ല. നീ അർജന്റ് ആയിട്ട് ചെയ്തു തീർക്കേണ്ട വർക്കുണ്ട്, അതങ്ങനെ പെൻഡിങ് ഇടാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് അത് ചെയ്യിപ്പിക്കാനായിട്ടാണ് ഞാൻ നേരിട്ട് വന്നതെന്നും പറഞ്ഞ് ജിൻ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ അവൾ ആ ജോലി ചെയ്യാനായി ലാപ്ടോപ്പ് തുറക്കുമ്പോഴാണ് അവളുടെ മെയിൽ ബോക്സിൽ ഒരു മെയിൽ വന്ന് കിടക്കുന്നത് കാണുന്നത്. അത് ഒരു കമ്പനിയുടെ HR ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള മെയിലാണ്. അവിടേക്ക് സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു ജോബ് വേക്കൻസി ബായിക്ക് മെയിൽ വന്നിരിക്കുകയാണ്. അതും നല്ലൊരു സാലറി തന്നെ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന അവൾ വളരെ ഹാപ്പി ആവുന്നു. ഈ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഈ മൊരടൻ ബോസിന്റെ കൺട്രോളിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ, ഇയാളെ പിന്നെ സഹിക്കണ്ടല്ലോ എന്ന് കരുതി അവൾ അതിന് വേഗം അപ്ലൈ ചെയ്യാനായി വിചാരിക്കുന്നു. പക്ഷെ അതിന് അപ്ലൈ ചെയ്യേണ്ട ടൈം ഏകദേശം 1 മിനിറ്റും കൂടിയേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ആ ടൈമിന് മുന്നേ അവൾക്ക് അത് അപ്ലൈ ചെയ്യാൻ സാധിക്കാതെ ആ ഓപ്പർച്യൂണിറ്റി അങ്ങ് മിസ്സാവുന്നു. അതോടുകൂടി അവൾ വലിയ നിരാശയിലാവുന്നു. അവൾ ദൈവത്തോട് തനിക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാനായി ഒരവസരം കൂടി തരണേ എന്ന് മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം അന്ന് അർദ്ധരാത്രി 12 മണിയായ ഉടനെ തന്നെ ക്ലോക്ക് റീവൈൻഡ് അടിച്ച് ഒരു ദിവസം മുന്നേ ഉള്ള സമയത്തേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ വീണ്ടും മെയ് 20-ാം തീയതി എന്ന ഡേറ്റിലേക്ക് അവൾ തിരിച്ചെത്തിയിരിക്കുന്നു. രാവിലെ അന്നത്തെ ദിവസം യഥാർത്ഥത്തിൽ സംഭവിച്ച പോലെ തന്നെ ബോസായ ജിന്നിന്റെ ഫോൺ കോൾ വന്നതിനെ തുടർന്ന് ബായ് ഉറക്കമെണ്ണിക്കുന്നു. പക്ഷെ തനിക്ക് തന്റെ പ്രാർത്ഥന കേട്ട് ദൈവം ഒരു ചാൻസ് തന്നിരിക്കുകയാണ്. കറക്റ്റായി യൂട്ടിലൈസ് ചെയ്ത് ഈ ഒരു ജോലി മാറി മറ്റൊരു ജോലിയിൽ പ്രവേശിക്കാൻ തനിക്ക് സാധിക്കണം എന്ന ഒരു കണക്ക് കൂട്ടലിൽ തന്നെ അവൾ അന്നത്തെ ദിവസം തുടങ്ങാൻ തീരുമാനിക്കുന്നു. ഒട്ടും ലേറ്റ് ആവാതെ കറക്റ്റ് സമയത്ത് ജിന്നിന്റെ അടുത്തേക്ക് എത്തി ജിൻ ആവശ്യപ്പെട്ടതുപോലെ തന്നെ നല്ല ചൂട് ബ്രേക്ക്ഫാസ്റ്റും നൽകുന്നു. അതിനുശേഷം അന്നത്തെ ദിവസം ചെയ്തു തീർക്കാനുള്ള ജോലികളെല്ലാം കറക്റ്റ് ടൈമിൽ അവൾ ചെയ്തു തീർത്ത് വൈകിട്ട് ജോലി കഴിയുമ്പോഴേക്കും സബ്മിറ്റ് ചെയ്യാനുള്ള റെസിഗ്നേഷൻ ലെറ്ററും തയ്യാറാക്കുന്നുണ്ട്. അങ്ങനെ ഈവനിങ് ആ ഒരു റെസിഗ്നേഷൻ ലെറ്റർ ജിന്നിനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ ജിൻ അത് അക്സെപ്റ്റ് ചെയ്യാനായി തയ്യാറാവുന്നില്ല. നീയല്ല എപ്പോ പോകണം എന്ന് തീരുമാനിക്കേണ്ടത്, ഞാനാ നിന്നെ ജോലിക്ക് എടുത്തതെങ്കിൽ ഞാൻ തന്നെയാ നിന്നെ പറഞ്ഞു വിടേണ്ടതും. എന്തായാലും റിട്ടയർമെന്റ് ആവാതെ പറഞ്ഞു വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്ന ജിൻ പോയി ജോലി നോക്കാനായി പറഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോ ബായ് വിടാതെ ജിന്നിന്റെ പിറകെ പോകുന്നു. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞ് തർക്കിച്ച് ബായ് ജിന്നിന്റെ പിറകെ അവൻ കയറിയ ലിഫ്റ്റിൽ ചെന്ന് കയറുന്നു. രണ്ടുപേരും ലിഫ്റ്റിനകത്ത് നിന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടുപേരുടെയും കണ്ടകശനിക്ക് ലിഫ്റ്റ് അപകടത്തിൽ പെടുകയാണ്. തുടർന്ന് രണ്ടുപേരും പരിക്കുകളോടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. തന്നെ ബാൻഡേജിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നതും തൊട്ടടുത്ത് താൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത ജിന്നുള്ളതും കണ്ട് എന്റെ ദൈവമേ, എന്ത് ഇങ്ങനെ ഒരു പരീക്ഷണം, ഒരവസരം കൂടി താന്ന് അവള് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോ വീണ്ടും അവൾ ടൈം ലൂപ്പിൽ പെട്ട് മെയ് 20 എന്ന ദിവസം രാവിലെ ഉറക്കമെണ്ണിക്കുന്നു. ഈ ഒരു ജോലി റിസൈൻ ചെയ്യുന്നത് വരെ താൻ ഇതുപോലെ ലൂപ്പിൽ കിടന്ന് വട്ടം കറങ്ങും എന്ന് മനസ്സിലാക്കുന്ന അവൾ ജിന്നിന്റെ കോള് വരുന്നതിന് മുന്നേ തന്നെ ഉറക്കമെണ്ണീറ്റ് റെഡിയായി നേരെ ഓഫീസിലേക്ക് പുറപ്പെടുന്നു. പോകും വഴി ലിഫ്റ്റിൽ കയറി വീണ്ടും പണി വാങ്ങിക്കൂട്ടണ്ട എന്ന് കരുതി സ്റ്റെപ്പ് കയറിയാണ് ഓഫീസ് റൂമിലേക്ക് പോകുന്നത്. അവിടെ വെച്ച് അവൾ തന്റെ കൊളീഗായ ജോയെ കാണുന്നു. ജോയ്ക്ക് ബായിയോട് ഒരു ക്രഷ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഇന്ന് അവളോട് ജസ്റ്റ് കാഷ്വലി രാവിലെ കാണുമ്പോഴേ നമുക്ക് ഒന്നിച്ചെന്ന് ഡിന്നർ കഴിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ അവൾ അക്സെപ്റ്റ് ചെയ്യുന്ന ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ
അവനെ അമ്പരപ്പിച്ച് അവൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. പിന്നീട് ജിന്നിന്റെ കൂടെ കാർ ഓടിച്ചു പോകുന്ന ടൈമെല്ലാം അവനെ കൊണ്ട് എങ്ങനെ തന്റെ റെസിഗ്നേഷൻ അപ്രൂവ് ചെയ്യാമെന്ന രീതിയിൽ അവൾ ചിന്തിക്കുന്നു. അതിനായി തനിക്ക് ഈ ആഴ്ചത്തെ വാരഫലം ശരിയല്ലെന്നും തനിക്ക് അപകടം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, കൂടാതെ ആ അപകടത്തിലൂടെ താനുമായി അടുത്തിടപെടുന്നവർക്കും അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് സാറിന്റെ PA ജോലി ഞാൻ രാജിവെക്കട്ടെ, അതായിരിക്കും സാറിന് വളരെ നല്ലതെന്ന് ബായ് പറയുമ്പോ, നിനക്കറിയാവുന്ന എന്റെ ഒഫീഷ്യൽ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാ. എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കുമ്പോൾ ഈ ആഴ്ച എനിക്ക് ഒരു അപകടവും പറ്റില്ല, കൂടാതെ ഞാനുമായിട്ട് അടുത്തുള്ള ആളുകൾക്കും ഒരു അപകടം പറ്റില്ല എന്നുമുണ്ട്, അതുകൊണ്ട് നീ പേടിക്കണ്ട, ഒരു കുഴപ്പമില്ലാന്ന് അവൻ പറയുന്നത് കേട്ട് അവൾക്ക് ഒന്നും പിന്നീട് പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. തന്റെ പ്ലാൻ ചീറ്റിപ്പോയെങ്കിലും അന്ന് പറഞ്ഞതുപോലെ ഡിന്നറിന് ജോയുടെ കൂടെ ബായ് പോകുന്നു. അവൾ അങ്ങനെ അവന്റെ കൂടെ ഫുഡ് കഴിക്കുന്ന ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ അത് കാണുന്ന ജിന്നിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്റെ ബിയേന്ദ്ര എന്റെ സ്റ്റാഫിന്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നതെന്ന് ദേഷ്യം വരുന്ന അവനാകട്ടെ വേഗം അവളെ വിളിച്ച് ജോലി സംബന്ധമായ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പോൾ അവൾ ഇത് തന്നെ ചാൻസ് എന്ന് കരുതി റിസിഗ്നേഷന്റെ കാര്യം പറയാനായി വരുന്നുണ്ട്. പക്ഷെ അത് പറയാൻ സാധിക്കാതെ അപ്പോഴേക്കും സമയം 12 മണിയാവുകയും തുടർന്ന് വീണ്ടും അവൾ ടൈം ലൂപ്പ് പ്രകാരം മെയ് 20 രാവിലെ ബെഡിൽ ഉറക്കമെണ്ണിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പിന്നീട് റെഡിയായി ഓഫീസിൽ ബൈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ടീം അവളെ അമ്മ വീഡിയോ കോൾ ചെയ്യുന്നു. നിനക്ക് പ്രായം കടന്നു പൊക്കൊണ്ടിരിക്കുക, കല്യാണം കഴിക്കണം, അതിനെപ്പറ്റി എന്താ നിനക്ക് ഒരു ചിന്തയില്ലാത്തത്, നിന്റെ പ്രായത്തിലുള്ള പെൺകുട്ടികളൊക്കെ കെട്ടി കുട്ടികളായിരുന്നില്ല. അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ജിൻ എത്തുന്നത്. ജിൻ ഇത് കാണുകയും ബായുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനായി അവളുടെ അടുത്ത് വളരെ ക്ലോസ് ആയി നിന്ന് നിന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഫ്രീ ടൈമിൽ ചെയ്യണം, ജോലി സമയത്ത് വീഡിയോ കോൾ ചെയ്തിരിക്കല്ല വേണ്ടെന്ന് അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇത് വീഡിയോ കോൾ വഴി കാണുന്ന അമ്മയ്ക്കാകട്ടെ അവൾ അവളുടെ ബോസായ ജിന്നിനെ കിസ് ചെയ്യുന്നത് പോലാണ് തോന്നുന്നത്. ജിൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോ കൊച്ചു കള്ളി, അപ്പൊ ഇതല്ലേ കല്യാണം കഴിക്കാത്തത്, മോൾക്ക് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അമ്മയോട് പറഞ്ഞ അമ്മ അത് വളരെ സന്തോഷത്തോടെ നടത്തി തരില്ലേ, എന്തിനാ വെറുതെ ഇങ്ങനെ ഒരു റിലേഷൻ രഹസ്യമായി കൊണ്ടു നടന്ന് കഷ്ടപ്പെടുന്നത് എന്നെല്ലാം കളിയാക്കുമ്പോ അവൾക്ക് ഒന്നും തന്നെ അമ്മ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് അവൾ കോൾ കട്ട് ചെയ്യുന്നു. എന്തായാലും അവൾ പിന്നീട് അവിടെയുള്ളപ്പോ ജോയ് എത്തി ഒരു ഡിന്നറിന് നമുക്കിന്ന് പോയാലോ എന്ന് ചോദിക്കുന്നു. അവൾ അതിനെ സമ്മതിക്കുന്നുണ്ടെങ്കിലും ഈ നടന്ന സംസാരം ജിൻ കേട്ടിട്ടുണ്ടായിരുന്നു. ജിൻ അപ്പോ തന്നെ ബായിയോട് ഇന്ന് ലേറ്റ് നൈറ്റ് നിനക്ക് വർക്കുണ്ട്, ഒരു പ്രോജക്റ്റ് നമുക്ക് പെൻഡിങ് ഉണ്ടെന്നെല്ലാം പറയുമ്പോൾ അവൾ അതിന് സമ്മതിക്കുന്നു. അങ്ങനെ അവൾ ആ ജോലിയെല്ലാം തീർത്ത് രാത്രി ജിൻ ആവശ്യപ്പെട്ടത് പ്രകാരം അവന്റെ കൂടെ ഫുഡ് കഴിക്കാനായി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ഒരുപാട് വൈൻ കുടിക്കുന്നു. ഇവൾ നിർബന്ധിച്ച് കുടിപ്പിക്കുന്നതാണ്. കുടിച്ച് അവനൊരു അവസ്ഥയിലാവുമ്പോൾ അവൾ അവന്റെ പിക്ചേഴ്സ് എടുക്കുകയും അവനെ കൊണ്ട് അവൾ എഴുതി തയ്യാറാക്കി വെച്ചിരിക്കുന്ന റെസിഗ്നേഷൻ ലെറ്ററിൽ സൈൻ ചെയ്യിപ്പിക്കാൻ നോക്കുകയും ചെയ്യുന്നു. പക്ഷെ ആ ഒരു കിറങ്ങിയിരിക്കുന്ന അവസ്ഥയിലും അത് സൈൻ ചെയ്യാതെ അവൻ നീ ഇവിടുത്തെ ജോലി കളഞ്ഞു പോവരുത്, നീ ഇവിടെ തന്നെ വേണം എന്നൊക്കെ അവളോട് റിക്വസ്റ്റ് ചെയ്ത് അവളെ പെട്ടെന്ന് കിസ് ചെയ്യാണ്. അവൾ ആകെ ഷോക്കായി പോകുന്നു. കാരണം ഇവനെ ഇങ്ങനെ ആക്കി ഒപ്പ് മേടിച്ച് ഇവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോയി ഈ ടൈം ലൂപ്പിൽ നിന്നും ഇവന്റെ പിടിയിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാമെന്നായിരുന്നു അവൾ പ്രതീക്ഷിച്ചത്. പക്ഷെ സംഭവിച്ചത് ഇതാണ്. അങ്ങനെ അപ്പോഴും അവൾക്ക് റെസിഗ്നേഷൻ നേടാൻ സാധിക്കുന്നില്ല. അങ്ങനെ വീണ്ടും അർദ്ധരാത്രി 12 മണിയാകുമ്പോൾ ടൈം ലൂപ്പിൽ പെട്ടവൾ മെയ് 20 തന്നെ രാവിലെ ഉറക്കമെണ്ണിക്കുന്നു. അങ്ങനെ പിന്നീട് ഓഫീസിൽ ചെല്ലുന്ന അവൾ ജിന്നിന് തന്നോട് ദേഷ്യമുണ്ടാക്കി ജോലിയിൽ നിന്ന് പോവുക, അത് മാത്രമേ ഇനി തന്റെ മുന്നിൽ വഴിയുള്ളൂ എന്ന് മനസ്സിലാക്കി അവനെ ഇറിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി അവന് ഇഷ്ടമില്ലാത്ത ഫ്ലേവർ കോഫി അവൾ കൊടുക്കുന്നു. അവൻ പക്ഷെ അത് കുടിച്ച് കൊള്ളാമെന്ന് അവളെ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുന്ന ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഇന്ന് ജിന്നിന് ഒരു ഇമ്പോർട്ടന്റ് ക്ലയന്റ് മീറ്റിംഗ് ഉള്ള കാര്യം അവൾ ഓർക്കുന്നത്. അവനെ ലേറ്റ് ആക്കി അതിന് കൊണ്ടുപോയാൽ അവൻ തന്നെ വഴക്ക് പറഞ്ഞ് ജോലിയിൽ നിന്ന് തന്റെ തെറ്റിന്റെ പേരിൽ പിരിച്ചുവിടാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന അവൾ അവനെ വളരെ ലേറ്റ് ആയി കൊണ്ടുപോകാനായി മറ്റൊരു റൂട്ടിലൂടെയാണ് വണ്ടി ഓടിക്കുന്നത്. അങ്ങനെ വണ്ടി ഓടി തുടങ്ങി അല്പം കഴിഞ്ഞ് അത് ശ്രദ്ധിക്കുന്ന ജിൻ അവളോട് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ റേഡിയോയിൽ ഒരു ന്യൂസ് വരുന്നു. ഇവർ പോകേണ്ടിയിരുന്ന ആ ഒരു റൂട്ടിൽ വലിയൊരു അപകടം സംഭവിച്ച് അവിടെ ഫുൾ ട്രാഫിക് ബ്ലോക്ക് ആയി കിടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് അതുവഴി വണ്ടികൾ വരാതെ റൂട്ട് ഡൈവേർട്ട് ചെയ്ത് വിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് റേഡിയോയിൽ വഴി അറിയുന്ന ജിൻ ബായിയെ മുൻകൂട്ടി ഇങ്ങനെ കണ്ട് ഈ റൂട്ടിലൂടെ വിട്ടതിന് ഇപ്പോൾ അഭിനന്ദിക്കുന്നു. ഞാൻ എന്തൊക്കെ കുളമാക്കാൻ ചെയ്താലും അതൊക്കെ നല്ല രീതിയിലാണല്ലോ അവസാനിക്കുന്നതെന്ന് ഇത് കേട്ട് അവളും തലയിൽ കൈവയ്ക്കുന്നു. അങ്ങനെ ഒരുവിധം മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തെത്തുമ്പോഴാണ് അറിയുന്നത് മീറ്റിംഗിന് വരാനിരുന്ന ക്ലയന്റ് ഒരു ഉടായ്പുകാരനാണെന്നും. പക്ഷെ പറഞ്ഞ സമയത്തെത്തി അയാളുമായി കോൺട്രാക്റ്റിൽ സൈൻ വെച്ചിരുന്നെങ്കിൽ കമ്പനിക്ക് വലിയൊരു നഷ്ടം സംഭവിച്ചിരുന്നേനെന്നും. എന്തായാലും ഇതൊക്കെ കൂടി ബായ് വേറെ റൂട്ട് വഴി വന്നതുകൊണ്ടാണ് തങ്ങൾ ആ ഒരു അപകടത്തിൽ നിന്നും ട്രാഫിക് ജാമിൽ നിന്നും രക്ഷപ്പെട്ട് ലേറ്റ് ആയി ഇവിടെ വന്ന് ഇവിടെ നടക്കേണ്ട ഫ്രോഡിൽ നിന്നും രക്ഷപ്പെട്ടത് എന്ന് മനസ്സിലാക്കുന്ന ജിൻ ബായിയെ ഹാപ്പി ആക്കാനായി തിരിച്ച് ഓഫീസിലേക്ക് എത്തുമ്പോൾ ഒരു ചെറിയ അപ്രീസിയേഷൻ അവൾക്ക് നൽകുകയാണ്. ആ ഒരു ടൈം ജോ ബായിയെ ഡിന്നറിന് വിളിക്കും മുന്നേ അവൾ ഇന്ന് കുറെ നല്ല കാര്യങ്ങൾ ചെയ്തതിനുള്ള ഒരു സമ്മാനം പോലെ തന്റെ കൂടെ ഡിന്നർ കഴിക്കാൻ അവൾക്കൊരു ചാൻസും അവൻ നൽകുന്നു. അങ്ങനെ ഒരു ഹോട്ടലിലേക്കൊന്നും കൊണ്ടുപോകാതെ വീട്ടിലേക്ക് പോയി അവിടെ ബായിയുടെ ഫുഡ് കുക്ക് ചെയ്യാനായി ആവശ്യപ്പെട്ട് അവൾ ഫുഡ് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒന്നിച്ചിരുന്ന് അവളുടെ കൂടെ ഫുഡ് കഴിക്കുകയാണ് ജിൻ. കഴിക്കുന്നത് വരെ ഓക്കെ, പക്ഷെ കഴിച്ചു കഴിഞ്ഞ് ആ പാത്രങ്ങൾ കഴുകലും ക്ലീനിങ്ങും എല്ലാം അവളോട് തന്നെ ചെയ്യാനായി അവൻ ആവശ്യപ്പെടുമ്പോൾ തന്നെ ഡിന്നറിന് കൊണ്ടുപോകാന്ന് പറഞ്ഞ് എല്ലാവരുടെ മുന്നിൽ ഷോ കാണിച്ചിട്ട് ഇപ്പൊ ഈ പണി തരികയാണെന്ന് അവൾക്ക് നല്ല കലിപ്പ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ അത് ക്ലീൻ ചെയ്യാനായി മടിച്ചിരുന്ന് ഒടുക്കം 12 മണി തികയ്ക്കുമ്പോൾ വീണ്ടും ടൈം ലൂപ്പിൽ പെടുന്നു. അടുത്ത ദിവസം മെയ് 20 തന്നെ ഉറക്കമെണ്ണിക്കുന്ന അവൾ എന്തൊക്കെ ചെയ്തിട്ടും
റെസിഗ്നേഷൻ വാങ്ങാൻ സാധിക്കുന്നില്ല. ഓരോന്ന് ചെയ്ത് മടുത്തു. അതുകൊണ്ട് ഇന്ന് റെസ്റ്റ് എടുക്കാന്ന് കരുതി താൻ ഇന്ന് റെസ്റ്റിലാണ്. തനിക്ക് തീരെ വയ്യാന്ന് ജിന്നിനെ ഇൻഫോം ചെയ്ത് വീട്ടിലിരുന്ന് അവൾക്ക് ഇഷ്ടമുള്ള ജങ്ക് ഫുഡ് ഒക്കെ ഓർഡർ ചെയ്ത് കഴിക്കാനായി ഒരുങ്ങുന്നു. ഓഫീസിൽ ആദ്യം വലിയ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും പിന്നീട് ബായിയെ വളരെ മിസ് ചെയ്യുന്ന ജിൻ അവളെ കാണാനായി പുറപ്പെടുന്നു. അവൻ കോളിംഗ് ബെൽ അടിക്കുമ്പോഴാണ് അവൻ വന്ന കാര്യം അറിയുന്നത് തന്നെ. അവൾ വേഗം അവൾ ഓർഡർ ചെയ്ത ജങ്ക് ഫുഡ് ഒക്കെ ഒളിപ്പിച്ചു വെച്ച് വയ്യാത്ത പോലെ ചെന്ന് ഡോറ് തുറക്കുന്നു. അവൻ ഇത് കണ്ട് അവളെ കെയറോട് കൂടി അകത്ത് കൊണ്ടിരുത്തി അവൾക്കൊരു സൂപ്പൊക്കെ അവൻ സ്വന്തമായി പ്രിപ്പയർ ചെയ്ത് കുടിക്കാനായി കൊടുക്കുന്നു. ആ ഒരു ടീം ഇത് കുടിച്ച് വയറ് നിറയ്ക്കാൻ അവൾക്ക് താല്പര്യമില്ല. കാരണം അവൾക്ക് ഇഷ്ടമുള്ള ജങ്ക് ഫുഡ് ഒക്കെ ഓർഡർ ചെയ്ത് വെച്ചിരിക്കല്ലേ. അതുകൊണ്ട് അവൻ കൈ കഴുകാനായി ബാത്റൂമിൽ പോകുന്ന ഗ്യാപ്പിൽ അവനെ ബാത്റൂമിൽ ലോക്ക് ചെയ്തിട്ട് അവൾ അയ്യോ ഡോറ് ജാം ആയി പോയി, അതിനിപ്പോ തുറക്കാൻ പറ്റത്തില്ല സാറ് കുറച്ചു നേരം അവിടെ കിടക്ക്. അങ്ങനെ അവനെ അതിനകത്ത് ലോക്ക് ചെയ്തിട്ട് ഇപ്പുറത്ത് വന്നവൾ ഫുഡൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും പിന്നീട് കുറച്ചു കഴിഞ്ഞ് ബാത്റൂമിന്റെ ഡോറ് തുറന്ന് ബായ് ജിന്നിനെ പുറത്തേക്ക് ഇറക്കുമ്പോൾ അവൾ ഫുഡ് കഴിച്ചിരുന്ന കാര്യം അവിടെ ഒളിപ്പിച്ചു വെച്ചിരുന്ന പാത്രങ്ങൾ കണ്ട് അവന് മനസ്സിലാവുന്നു. ഇവൾക്ക് വയറിന് സുഖമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ലീവ് എടുത്ത് ഉടായ്പ് കാണിക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന അവന് ദേഷ്യം വന്ന് അവളെ അപ്പൊ തന്നെ ലീവ് ക്യാൻസൽ ചെയ്ത് ഓഫീസിലേക്ക് കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ പിന്നീട് ഓഫീസിൽ നിൽക്കുന്ന ടൈം മുന്നത്തെ പോലെ തന്നെ ജോ ബായുടെ അടുത്തെത്തി ഡിന്നറിന് ക്ഷണിക്കുന്ന ടീം അവൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. വീണ്ടും ഈ സംഭാഷണം മാറി നിന്ന് കേൾക്കുന്ന ജിന്നിന് കലി ഇളകുന്നുണ്ട്. അവൻ രണ്ടുപേരെയും വിളിച്ചു നിർത്തി, ഇതേ ഓഫീസാ, അല്ലാതെ നിങ്ങൾക്ക് കമ്പനി അടിക്കാനുള്ള സ്ഥലമൊന്നുമല്ല. ഇവിടെ ഏതെങ്കിലും എംപ്ലോയീസ് ഓഫീസ് ജോലികൾക്ക് പുറമെ ഏതെങ്കിലും രീതിയിൽ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യുന്നത് കണ്ടാൽ അവരപ്പോഴേ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് ജിൻ ഇവർക്കൊരു താക്കീത് പോലെ നൽകുമ്പോൾ അത് കേൾക്കുന്ന ബായുടെ മനസ്സിൽ ലെഡ് പൊട്ടുന്നു. അപ്പോ ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ തനിക്ക് ഈ ജോലിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് അവൾ കണക്ക് കൂട്ടുന്നു. അങ്ങനെ അന്ന് നൈറ്റ് ജോലി കഴിഞ്ഞു പോകുന്നതിന് മുന്നേ ഫുഡ് ഓർഡർ ചെയ്ത് ജോയെ നിർബന്ധിച്ചത് കഴിക്കാനായി പിടിച്ചിരുത്തി അവനത് വാരിയൊക്കെ കൊടുത്ത് അവിടെ ഇരുന്ന് ജിന്നിന്റെ ശ്രദ്ധ ആകർഷിക്കാനായി നോക്കുകയാണ് ബായ്. ജിൻ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും അവിടെ എത്തി ജോയെ അവിടെ നിന്ന് പറഞ്ഞു വിട്ട ശേഷം ബായുടെ അടുത്ത് എന്ത് നിന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോ അല്ല ഞാൻ റൂൾസ് തെറ്റിച്ചു, എന്നെ പറഞ്ഞു വിടുന്നില്ലെന്ന് അവള് ചോദിക്കുമ്പോ ഈ റൂൾസ് നിനക്കില്ല, അവന് മാത്രം ഞാൻ പറഞ്ഞത്, നീ എന്ത് കാണിച്ചാലും ഞാൻ നിന്നെ പറഞ്ഞു വിടില്ല എന്ന് അപ്പോഴും അവൻ പറയുന്നുണ്ട്. ഇവൾക്ക് ആകെ കലി ഇളകുന്നു. ഇവൾ വീണ്ടും പല കാര്യങ്ങൾ ചെയ്തിട്ടും ഒന്നും വർക്കൗട്ട് ആവുന്നില്ല. ഈ ജോലിയും പോകുന്നില്ല, ടൈം ലൂപ്പിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല എന്ന് വട്ടുപിടിക്കുന്ന അവൾ അന്ന് ഇവരുടെ ഓഫീസിൽ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. പാർട്ടിയിൽ നല്ലപോലെ ഡ്രിങ്ക്സ് അടിച്ച് ജിന്നിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഇവളുടെ ഈ വരവ് കാണുമ്പോൾ തന്നെ കിസ് ചെയ്യാനാണ് വരുന്നത് എന്ന് കരുതി അവൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവള് നല്ലൊരു അടി അവന് വെച്ചു കൊടുത്തിട്ട് താൻ എന്തിനാണോ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്, തനിക്ക് എന്നെ ജോലിയിൽ നിന്ന് ഒന്നും പിരിച്ചു വിട്ടൂടെ, എനിക്ക് തന്റെ കൂടെ ജോലി ചെയ്യാൻ തീരെ താല്പര്യമില്ല, എനിക്കിതെല്ലാം മടുത്തൊന്നും പറഞ്ഞു അവൾ അവിടെ കിടന്ന് സങ്കടപ്പെടുമ്പോ അത് കാണുന്നവന് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. എന്തായാലും പാർട്ടി കഴിഞ്ഞ് അവള് പോകുമ്പോഴേക്കും അവളുടെ കയ്യിൽ ഒരു പേപ്പർ ജിൻ നൽകുന്നു. അവൾ ലിഫ്റ്റിലേക്ക് കയറി കഴിഞ്ഞ് അത് തുറന്ന് നോക്കുമ്പോൾ റെസിഗ്നേഷൻ അവൻ അപ്രൂവ് ചെയ്ത സൈൻ അതിലുണ്ടായിരുന്നു. ഒടുക്കം തനിക്ക് റെസിഗ്നേഷൻ കിട്ടിയെന്ന സന്തോഷത്തിൽ അവൾ ആ ലിഫ്റ്റിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ലിഫ്റ്റിൽ കംപ്ലൈന്റ് സംഭവിക്കുകയും അത് മാൽ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ അവൾ വളരെ പേടിച്ച് നിലവിളിക്കുകയും ചെയ്യുന്നു. അവൾ അവിടെ ഡ്രോപ്പ് ചെയ്ത് പോയ ജിൻ അത് കേട്ട് ഓടി വരുന്നുണ്ട്. അവൻ ഒരുവിധം ലിഫ്റ്റിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് അവളെ പുറത്തേക്ക് ഇറക്കുന്നു. പക്ഷെ അപ്പോഴേക്കും അവൻ അതിനകത്ത് കുടുങ്ങി പോയിട്ടുണ്ടായിരുന്നു. ബായ്ക്ക് ജിന്നിനെ പുറത്തിറക്കാൻ സാധിക്കാതെ ഡോർ ക്ലോസ് ആയി അവൻ അതിൽ കുടുങ്ങി അപകടത്തിൽ പെടുന്നു. തുടർന്ന് അവനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. ആള് കുറച്ച് സീരിയസ് ആയിരിക്കാണ്. ഈ സമയത്ത് താൻ ആഗ്രഹിച്ച കാര്യം തന്റെ കയ്യിൽ കിട്ടി, പക്ഷെ ജിന്നിന് ഈ ഒരു അവസ്ഥയിലാവേണ്ടി വന്നല്ലോ എന്ന നല്ല സങ്കടം ബായുടെ ഉള്ളിലുണ്ട്. അവൾക്ക് റെസിഗ്നേഷൻ കിട്ടിയതോടുകൂടി ടൈം ലൂപ്പ് അവസാനിച്ചു. ഇനി എങ്ങനെ ഈ ഒരു അപകടം സംഭവിക്കാതെ ജിന്നിനെ കൊണ്ടുവരാനാവും? ടൈം ലൂപ്പ് ഉണ്ടായിരുന്നെങ്കിൽ അവനെ അപകടം സംഭവിക്കാതെ രക്ഷപ്പെടുത്തായിരുന്നല്ലോ എന്ന് അവൾക്ക് വല്ലാത്ത നിരാശ തോന്നുന്നുണ്ട്. കാരണം ഇവളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ നോക്കിയാണല്ലോ ജിന്നിന് ഈ ഒരു അവസ്ഥ വന്നത്. എന്തായാലും ആ ഒരു സങ്കടത്തില് കിടന്നുറങ്ങുന്ന അവൾ ഇനി ടൈം ലൂപ്പ് സംഭവിക്കില്ല എന്ന പ്രതീക്ഷയാണ് ഉറങ്ങിയതെങ്കിലും അടുത്ത ദിവസം വീണ്ടും അവൾ മെയ് 20-ാം തീയതി തന്നെയാണ് ഉറക്കമെണ്ണിക്കുന്നത്. അതായത് ടൈം ലൂപ്പ് അവസാനിച്ചിട്ടില്ല. ഇതെന്താ ടൈം ലൂപ്പ് അവസാനിക്കാത്തത് എന്ന് അവൾ ചിന്തിക്കുന്നുണ്ട്. ഇതേ ടീം മുന്നേ നടന്ന അപകടമൊക്കെ മാറി ഹെൽത്തിയായി ഉറക്കമെണ്ണിക്കുന്ന ജിന്നിന് പക്ഷെ ബായ് റെസിഗ്നേഷൻ ആവശ്യപ്പെട്ട് പുറകെ നടന്നതും അതുപോലെ ലിഫ്റ്റിൽ അപകടം സംഭവിച്ചതും ഓർമ്മയുണ്ടായിരുന്നു. പക്ഷെ ഇത് ഒരു ടൈം ലൂപ്പ് ആണ് എന്ന് മനസ്സിലാവാത്ത അവനാകട്ടെ തനിക്ക് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ ഒരു കഴിവ് ഇപ്പോ ഉണ്ടെന്ന് തെറ്റിദ്ധാരണയിൽ അവള് റിസൈൻ ചെയ്യാൻ ആവശ്യപ്പെടാത്ത രീതിയിൽ വളരെ കെയറോടുകൂടി നോക്കുന്നു. അവൾ ലിഫ്റ്റിൽ കയറാതെ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഇതേ ടീം ഇവൻ അപകടം പറ്റിയ കാര്യം അറിയാവുന്ന ബായ് ആകട്ടെ അവൻ അപകടം പറ്റാതിരിക്കാനായി അവനെ ഓവർ കെയർ ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേർക്കും ഇടയിൽ നല്ലൊരു ബോണ്ട് ഉണ്ടാവുന്നുണ്ട്. ആ ഒരു മൊമെന്റിൽ അവർ കിസ് ചെയ്യാനായി അടുത്തേക്ക് എത്തുന്ന ടീം കിസ് ചെയ്യാനായി ചെന്ന് തന്നെ അടിച്ച ബായുടെ കാര്യം ഓർമ്മ വരുന്ന അവൻ ഇത് മുന്നേ നടന്നതാണ്, അത് ടൈം ലൂപ്പ് കാരണം തനിക്ക് ഓർമ്മ വരുന്നതാണ് എന്ന് മനസ്സിലാക്കാതെ ചിലപ്പോൾ ഇവളെ കിസ് ചെയ്യാൻ പോയാൽ ഇവളുടെ കയ്യിൽ നിന്ന് അടി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പേടിച്ച് കിസ് ചെയ്യാതെ മാറുന്നു. അങ്ങനെ പിന്നീട് രണ്ടുപേരും സംസാരിക്കുമ്പോൾ അവർക്ക് തങ്ങൾ ടൈം ലൂപ്പിൽ പെട്ടിരിക്കുകയാണെന്ന കാര്യം ക്ലാരിഫൈ ആവുന്നു. ബായ്ക്ക് ഇത് ഓൾറെഡി അറിയാം. അവൾ ഇത് ജിന്നിനെയും പറഞ്ഞു മനസ്സിലാക്കുന്നു. എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് അന്വേഷിക്കുന്ന സമയത്താണ് ഇവർ എലിവേറ്ററിൽ 2 വട്ടം അപകടത്തിൽ പെട്ടിരുന്നല്ലോ. അത് രണ്ടും യാദൃച്ഛികമായി സംഭവിച്ചതല്ല, ഒരാൾ മനഃപൂർവ്വം ജിന്നിനെ അപകടത്തിൽപ്പെടുത്താനായി ചെയ്തതാണ്. ആ ടീം ജിന്നിന്റെ കൂടെ ഉണ്ടായിരുന്ന ബായും അപകടത്തിൽപ്പെട്ടു, അല്ലെങ്കിൽ ജിന്നിന് പകരം അതിൽ കയറിയ ബായ് അപകടത്തിൽപ്പെട്ടു എന്നതാണ് സംഭവിച്ചത്.
തീരുമാനിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. അപകടത്തിൽപ്പെടുത്താൻ നോക്കുന്നത് ഇവരുടെ ഓഫീസിലെ സെക്യൂരിറ്റി തന്നെയാണ്. അങ്ങനെ അടുത്ത ദിവസം വീണ്ടും ടൈം ലൂപ്പ് പ്രകാരം മെയ് 20-ാം തീയതി ഉറക്കമെണ്ണീറ്റ് കഴിഞ്ഞാൽ ഇവർ ആ സെക്യൂരിറ്റിയെ പിടിക്കുകയാണ്. അയാൾ എതിർ കമ്പനിക്ക് വേണ്ടി ജിന്നിനെ അപകടത്തിൽപ്പെടുത്താനായി ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കി അയാളെ പോലീസിൽ പിടിച്ചേൽപ്പിക്കുന്നു. അങ്ങനെ അതിനുശേഷം അപ്പോഴും ടൈം ലൂപ്പ് എങ്ങനെ നിർത്തണം എന്ന ഒരു ഐഡിയയും ഇല്ലെങ്കിലും അതുമായി തന്നെ മുന്നോട്ട് ജീവിക്കാനായി അവർ തീരുമാനിക്കുന്നു. രണ്ടുപേർക്കും ഇപ്പോൾ പരസ്പരം ഇഷ്ടമുള്ളത് കൊണ്ട് അവർ അത് തുറന്നു പറയുന്നു. ഇവരാകട്ടെ ടൈം ലൂപ്പ് പ്രകാരം ദിവസങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ ലൂപ്പിൽ പെടുന്ന ഇവർക്ക് രണ്ടുപേർക്ക് മാത്രമേ ഇന്ന് നടന്ന കാര്യങ്ങൾ വീണ്ടും അടുത്ത ദിവസം ടൈം ലൂപ്പ് ഉണ്ടാകുമ്പോൾ ഓർമ്മയുള്ളൂ. കൂടെ ഉണ്ടായിരുന്ന മറ്റാർക്കും അത് ഓർമ്മ വരില്ല. അതുകൊണ്ട് തന്നെ ഓഫീസിൽ എന്തിനു നമ്മൾ ഫോർമലായി റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകണം, കൊളീഗ്സ് ഒക്കെ കാണാതെ തന്നെ നമുക്ക് പ്രണയിച്ച് നടക്കാമെന്ന തീരുമാനം അവരെടുക്കുന്നു. കാരണം വീണ്ടും ലൂപ്പിൽ പെടുമ്പോൾ മറ്റുള്ളവർക്ക് ഇതൊന്നും ഓർമ്മ കാണില്ലല്ലോ. അങ്ങനെയുള്ള ധാരണയിൽ അടുത്ത ദിവസം ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ രണ്ടുപേരും പബ്ലിക്കായി കിസ്സൊക്കെ അടിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് സ്റ്റാഫ് അന്തം വിടുന്നത് ഇവർ കാണുന്നുണ്ടെങ്കിലും ലൂപ്പിൽ പെടുമ്പോൾ ഇവർ മറക്കുമല്ലോ എന്നുള്ള ധാരണയിൽ അവർ ഇരിക്കുന്നു. അങ്ങനെ വളരെ ഹാപ്പിയായി ഓഫീസ് റൊമാൻസ് ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു സമയത്താണ് ബായിക്ക് മെയിൽ വരുന്നത്. അവൾക്ക് ഒരു കമ്പനിയിൽ നിന്ന് ജോബ് ഓഫർ ചെയ്തുകൊണ്ടുള്ള മെയിലാണ്. പക്ഷെ ഇത്രയും നാള് വന്നതുപോലെ ആ ഒരു ഡേറ്റിലല്ല, അടുത്ത ദിവസത്തെ ഡേറ്റിലാണ് ആ ഒരു ജോബ് ഓഫർ അപ്ലൈ ചെയ്യാനുള്ള ടൈം ലൈൻ കിടക്കുന്നത്. അത് കാണുന്ന രണ്ടുപേർക്കും അപ്പോ ടൈം ലൂപ്പ് ഒക്കെ അവസാനിച്ചു, ഇപ്പൊ കാര്യങ്ങൾ നോർമൽ ആണെന്ന് മനസ്സിലാവുന്നു. ആ ഒരു തിരിച്ചറിവ് ആദ്യം ഇടുത്തി പോലെ തോന്നുന്നത് ബായിക്കാണ്. കാരണം ഇവിടുത്തെ സ്റ്റാഫ്സ് എല്ലാം രണ്ടുപേരും പ്രണയിക്കുന്നതും കിസ് അടിക്കുന്നതും ഒക്കെ പബ്ലിക്കായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഇനി എങ്ങനെ അവരെ ഫേസ് ചെയ്യുന്നു അവൾക്ക് വലിയ ചമ്മല്. ഒപ്പം ജിന്നിനും കർക്കശക്കാരനായി റൊമാൻസ് ഒന്നും ഓഫീസിൽ അനുവദിക്കാത്ത ബോസായി താൻ അവരുടെ മുന്നിൽ ഇരുന്നിട്ട് ഇനി എങ്ങനെ അവരെ ഫേസ് ചെയ്യുന്നുള്ള വലിയ ചമ്മലുണ്ടായിരുന്നു. അങ്ങനെ ആകെ ചമ്മിയിരിക്കുമ്പോഴും എന്തിനാ നമ്മൾ ചമ്മുന്നത്, നമ്മൾ എന്തായാലും ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരല്ലേ, ആ ഒരു കാര്യം പബ്ലിക് ആക്കി കഴിഞ്ഞാൽ പിന്നെ ആരെ പേടിക്കാനാ എന്നൊരു തീരുമാനത്തിൽ അവരെത്തി. വളരെ ഹാപ്പിയായി തന്നെ അവരുടെ റിലേഷൻ വീട്ടുകാരെയും കൊളീഗ്സിനെയും ബന്ധുക്കളെയും നാട്ടുകാരെയും ഒക്കെ അറിയിക്കാനായി അവർ തീരുമാനിക്കുന്നിടത്ത് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. അങ്ങനെ റിസൈൻ ചെയ്യാനായി ആഗ്രഹിച്ച പെൺകുട്ടി ആര് കാരണമാണോ അവൾ റിസൈൻ ചെയ്യാനായി തീരുമാനിച്ചത് അതേ ആളുമായി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ ടൈം ലൂപ്പിൽ പെട്ടത് എങ്ങനെയെന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു ഫാന്റസി ലവ് സ്റ്റോറി അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.